ഇപ്പോൾ സ്വച്ഛതാ പഖ്വാഡ ക്യാമ്പയിൻ തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം, കണക്കാക്കണം. സ്വച്ഛതയിലെ മാറ്റം നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാം. നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മരം നടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച ഒരു പ്രചരണത്തിന്റെ ഒരു ഹാൻഡിലല്ല, മറിച്ച് കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിൽ 1 കോടി തെങ്ങ് എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 2021 അതിനു മുമ്പുമുണ്ട്. അന്ന് പ്രചരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഐറ്റം, നടുന്ന ഓരോ മരത്തിനും ആ മരം ബയോളജിക്കലി ഫിസിയോളജിക്കലി നമുക്ക് എന്തുമാത്രം ഗുണമാണ്, ഒട്ടും ദോഷം ചെയ്യാത്ത മരങ്ങൾ ഏത് എന്ന് പറയുന്നത് കൃത്യമായി ബൊട്ടാനിക്കൽ എക്സ്പേർട്സിന്റെ നിർദ്ദേശത്തോടെ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെ നമുക്ക് കണ്ടെത്തി നടാൻ സാധിക്കണം. സോഷ്യൽ ഫോറസ്ട്രി നൽകുന്ന മരങ്ങളെല്ലാം നട്ടുപിടിച്ചതിന്റെ ഒരു ആവലാതി ഇന്നും ഒരുപക്ഷെ മണ്ണിനെ വിശ്വസിച്ച് ജീവിക്കുന്ന കർഷകന്റെയും മനുഷ്യരുടെയും, ആ കർഷകന്റെ ഔട്ട്പുട്ട് വിശ്വസിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെയും ഒക്കെ ആവലാതിക്ക് വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നടുന്ന മരം ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. പോളൻ വിതറിംഗ് പ്ലാന്റ്സ് കഴിവതും ഒഴിവാക്കണം. സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന മുഴുവൻ അങ്ങനെയുള്ള മരങ്ങളാണ്. ഒരുപക്ഷെ ഇവിടെ ഇതിന് ഈ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നിങ്ങളെ വന്ന് കണ്ട് അഭിസംബോധന ചെയ്യാൻ പോകുന്ന ഓൺ വീഡിയോ വാൾ വിൽ ബി ശ്രീമൻ നാരായൺ. ഹി ഈസ് എൻ എൻവയൺമെന്റലിസ്റ്റ്. അദ്ദേഹം പറയുന്നത് കേട്ട് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ആ പറയുന്നതിനോടൊപ്പം ഒരു വരി കൂടി ഞാൻ ചേർക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ, എന്റെ വീട്ടിൽ ഓഫീസ് വളപ്പിൽ നിൽക്കുന്ന മരം 2016 ഞാൻ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു വന്ന് ഏപ്രിൽ മാസത്തിൽ തൊട്ട് ചേർന്ന് വന്ന ചിങ്ങമാസത്തിൽ ഓണത്തിന്റെ സമയത്ത് ശ്രീ ഒ രാജഗോപാൽ വന്നാണ് ഒരു ലക്ഷ്മി തരു അവിടെ നടുന്നത്. അന്ന് അതിനിട്ട പേര് പ്രേം നസീർ എന്നാണ്. ഇന്നെനിക്ക് നസീർ സാർ അവിടെ തണലും തണുപ്പും എന്റെ ആ ഓഫീസ് കെട്ടിടത്തിന്റെ സൈഡിൽ ഒരുക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനം. കാരണം എന്റെ ഫ്രട്ടേണിറ്റിയുടെ ഒരു തലതൊട്ടപ്പൻ എന്നൊക്കെ പറയാവുന്ന 3 പേരിൽ ഒരാളാണ് നസീർ സാർ. 3 പേരല്ല, അങ്ങനെ 100 കണക്കിന് പേരുണ്ട്. എങ്കിലും ഒരു വലിയ വ്യവസായമായി ഇത് മാറ്റുന്നതിന് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച് നിസ്വാർത്ഥ സേവനം ഒരുപക്ഷെ നിർവഹിച്ച ഒരു മഹാനായ കലാകാരന്റെ പേരിൽ ഒരു തണല് ഞാൻ വളരെ സുഖത്തിൽ അനുഭവിക്കുന്നു. അതുപോലെ നമ്മുടെ മുത്തശ്ശന്മാർ. തിരുവനന്തപുരം ഓൾ സയൻസ് കോളേജിൽ സ്വച്ഛതാ പഖ്വാഡ ക്യാമ്പയിൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.